സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ. നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം? 3 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം. കൂടാതെ സൈനാസ് മേക്ക് ഓവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ. ബ്രൈഡൽ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, ഫാഷൻ മേക്കപ്പ്, എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും, ഹെയർ ട്രീറ്റ്മെന്റ്, സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ്, കൂടാതെ വാക്സ് റിമൂവൽ, സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു. ഫീൽ ദ ഡിഫറൻസ്. സൈനാസ് ബ്യൂട്ടി അക്കാദമി ആൻഡ് സൈനാസ് മേക്ക് ഓവേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. കെ സൗജത്തിന്റെ 3ാമത്തെ നോവൽ ആഴി പ്രകാശനം ഞായറാഴ്ച കരുളായി കിണറ്റിങ്ങൽ DALP സ്കൂളിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുളായി സ്വദേശിയായ 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കെ സൗജത്തിന്റെ 3ാമത്തെ നോവലാണ് ആഴി. ഏറനാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ സൗജത്ത് നോവലിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യ 2 നോവലുകളായ സ്പർശം, കാവൽ എന്നിവ വായനക്കാർ സ്വീകരിച്ചതായും 3ാം നോവൽ ആഴിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൗജത്ത് പറഞ്ഞു. ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചേർക്കാനുണ്ടായ കാരണം വെറും 7ാം ക്ലാസ് മാത്രം 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ വീട്ടമ്മ അവരുടെ 3ാമത്തെ നോവല് എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. സ്പർശം, കാവൽ എന്നീ മുമ്പ് ഇറങ്ങിയിട്ടുള്ള 2 നോവലുകൾക്ക് വായനക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ പത്രക്കാരടക്കം വലിയ പിന്തുണയും കവറേജും കൊടുത്തു. അതിൻ്റെയൊക്കെ പ്രചോദനത്തിൽ നിന്നാവാം അവരുടെ 3ാമത്തെ നോവല് ആഴി എന്ന് പേരിട്ടിരിക്കുന്ന 300ഓളം പേജ് വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു നോവല് എഴുതിയിരിക്കുകയാണ്. ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഏറനാടിൻ്റെ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിലെ സ്ത്രീകൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടുള്ള തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ അവരൊരു ഡോക്യുമെൻ്ററി രൂപത്തിലല്ലാതെ വളരെ സരസമായ ഭാഷയിൽ വായനക്കാരനെ ഒട്ടും മുഷിപ്പിക്കാതെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ നോവലിൻ്റെ അവരെഴുതി തീർത്തിരിക്കുന്നത്. ഭാഷയും ഘടനയും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ അവർ കഴിഞ്ഞ 2 നോവലിനെ വെച്ച് നോക്കുമ്പോൾ ഈ 3ാമത്തെ നോവൽ ഏറ്റവും മികച്ചതായിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 8 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കരുളായി കിണറ്റിങ്ങൽ DALP സ്കൂളിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി ടീച്ചർ എഴുത്തുകാരൻ ഷിഫാസ് ഖത്തറിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക. പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മുഖ്യാതിഥിയാകും. മുഹാജിർ കരുളായി പുസ്തക പരിചയം നടത്തും. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടോടൻ സെലിൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷുഹൈബ് മൈലമ്പാറയ്ക്ക് നൽകി നിർവഹിക്കും. കവിയും എഴുത്തുകാരനുമായ NN സുരേന്ദ്രന്റെ ബോധി ബുക്സാണ് പ്രസാധകർ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സുരേഷ് ബാബു, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് J രാധാകൃഷ്ണൻ, എഴുത്തുകാരായ കുഞ്ഞി മുഹമ്മദ് അഞ്ചുചവടി, ഷറഫുദ്ദീൻ കാളികാവ്, പൂക്കോട്ടുംപാടം പീപ്പിൾസ് വായനശാല സെക്രട്ടറി K ദിവാകരൻ, നല്ലന്തണ്ണി വായനശാല സെക്രട്ടറി ദിലീപ്, കരുളായി വായനശാല പ്രസിഡന്റ് P ഹാരിസ്, EK നാണി, ജോൺസൺ, K ഷെരീഫ്, ജിനേഷ് മാധവ്, K സിറാജ് എന്നിവർ സംസാരിക്കും. നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരും കലാസാംസ്കാരിക നാടക പ്രവർത്തകരും എഴുത്തുകാരും ജനപ്രതിനിധികളും പങ്കെടുക്കും. വാസ്കോ വാരിക്കൽ ക്ലബ് പരിധിയിൽ ഉൾപ്പെടുന്ന വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും കലാകായികമേളയിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. ഷീബ പൂഴിക്കുത്ത്, KP നസീർ, KP അബ്ദുറഹിമാൻ, KP ഷറഫുദ്ദീൻ, C മിഥിലാജ്, TP അബ്ദുറഹിമാൻ, കബീർ മുണ്ടോടൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ കവിയരങ്ങും ഗാനാലാപനവും നടക്കും. NC പുല്ലങ്കോട്, U ബാലകൃഷ്ണൻ, രാജേഷ് അമരമ്പലം, P മുജീബ് റഹ്മാൻ, ബാപ്പു ചോളമുണ്ട തുടങ്ങിയവർ കവിയരങ്ങ് നിയന്ത്രിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നോവലിസ്റ്റ് K സൗജത്ത്, മുഹാജിർ കരുളായി, ജിനേഷ് മാധവ്, ജോൺസൺ, KP അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു. N4 ന്യൂസ്, കരുളായി. Fashion ranging from ₹19 to ₹999. Atlas Fashion, Perindalmanna, Nilambur, Kadakal. PG Medical Trust Hospital, VK Road, Nilambur.